തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനും അറിയാമെന്ന് മുൻ മന്ത്രി കെ ബാബു. CPIM-ലെ പൊട്ടിത്തെറിയാണ് കേരളം കണ്ടത്. VD സതീശന്റെ ദീർഘവീക്ഷണം ശരിയെന്ന് തെളിഞ്ഞെന്നും കെ ബാബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാനമൊട്ടാകെ UDF തരംഗമാണ്. കോൺഗ്രസിന് ഉജ്ജ്വല വിജയം. അങ്ങനെ UDF അധികാരത്തിലെത്തുമ്പോൾ നമ്മളൊപ്പം ചേരുന്നത് മുൻ മന്ത്രി കെ ബാബു ആണ്. ഇത്രയധികം വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? അല്ല, തുടക്കം തൊട്ടേ പ്രതിപക്ഷ നേതാവും എല്ലാം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 100 സീറ്റ് നേടും എന്ന്. അതുമാത്രമല്ല, എറണാകുളം ജില്ലയിൽ 14 നേടും എന്ന് എല്ലാവരും ഞങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നല്ലോ. CPM-ൻ്റെ വലിയൊരു തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം CPM-ൻ്റെ കണ്ണൂർ കോട്ട പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. CPM-ൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ജില്ലാ കമ്മിറ്റി ഉള്ളതാണ് കണ്ണൂർ. ആ കോട്ടയിൽ നിന്നല്ല രണ്ടുപേര് വിമതന്മാരായി വന്ന് UDF പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ചത്. അതുപോലെ അമ്പലപ്പുഴയിൽ സുധാകരൻ വിജയിച്ചില്ലെങ്കിൽ പോലും കൊട്ടാരക്കരയും അതുപോലെ ഒറ്റപ്പാലത്തും ഒക്കെ അവരുടെ ആളുകൾ മാറി മത്സരിച്ചില്ല. അത് CPM-നകത്തുള്ളൊരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചാമക്കാലായ ഗണേഷ് കുമാറിനെതിരായ വിജയം ഉമ്മൻചാണ്ടി സാറിന് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു തോൽവിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഈ അവിടെ ചാമക്കാല തോൽപ്പിച്ച ആള് ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു സ്ത്രീയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാൽ ഒരു പ്രധാന ആളാണ് എന്നുള്ളത് ഇപ്പോൾ അവിടെ അടൂർ കോടതിയിൽ ആ ഒരു കേസുമുണ്ട്. അവിടെ കോടതിയിൽ അടൂർ ജയിലിൽ വന്നപ്പോൾ 16 പേജുള്ള കത്താണ് ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിച്ചത്. ഇവിടെ ശിവരാജൻ കമ്മീഷന് മുമ്പിൽ അവരെ ഏൽപ്പിച്ച കത്ത് 21 പേജുള്ളതാണ്. അപ്പോൾ അതിനകത്ത് 5 പേജ് എഴുതി ചേർത്തതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ എഴുതി ചേർത്തു. അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. ആ ഗൂഢാലോചനയിൽ ചാമക്കാല തോൽപ്പിച്ച മുൻ മന്ത്രിക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വിവരം. കൂടുതൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ വ്യക്തമാകും. അതിനോടൊപ്പം തന്നെ VD സതീശൻ പറഞ്ഞിരുന്ന പോലെ 100-ലധികം സീറ്റ് 1 ഡസനോളം വരുന്ന മന്ത്രിമാർ തോക്കുമെന്നുള്ള കാര്യം അതൊക്കെ അതുപോലെ തന്നെ പ്രാവർത്തികമായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തെ പറ്റി അങ്ങ് എങ്ങനെയാണെന്ന് കാണുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഇപ്പം പ്രൂവ് ചെയ്യപ്പെട്ടല്ലോ. അതിനെക്കുറിച്ചൊന്നും ഒരു തർക്ക വിഷയമല്ല. നിങ്ങൾ ചോദിക്കാൻ പോണ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഉത്തരവില്ല താനും. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ ഇനി അടുത്തത് മുഖ്യമന്ത്രി എന്നുള്ളതാണല്ലോ. അങ്ങയുടെ അഭിപ്രായം തേടുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങേക്ക് പറയാനുള്ളത്? ആരായിരിക്കണം? അല്ല, ഒന്ന് എന്നോട് അഭിപ്രായം തേടുന്ന ആവശ്യമില്ല. അങ്ങനൊരു പ്രശ്നമില്ല. അങ്ങനൊരു കീഴ്വഴക്കവും ഇല്ല. കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായം തേടും. ആ അഭിപ്രായം തേടിയതിനു ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയില്ലാത്തതും ജനങ്ങൾക്ക് മടുപ്പില്ലാത്തതുമായ തീരുമാനമാകും എന്ന് ഞാൻ കരുതും. ഉചിതമായൊരു തീരുമാനം ആകും എന്ന് ന്യായമായിട്ടും വിശ്വസിക്കാം. കൊച്ചിയിൽ നിന്നും വിഷ്ണുവിനൊപ്പം മനീഷ മാത്യു, ന്യൂസ് മലയാളം.